ഹലോ എവരിവൺ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് കേരളീയൻസ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് 12 to 14 അവേഴ്സ് വരെ നമ്മൾ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ഹാർഡ് വർക്കേഴ്സാണ്. പക്ഷെ അതിന് ശേഷം കിട്ടുന്ന ആ പണം മാനേജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ നമ്മുടെ സ്ട്രാറ്റജി വളരെ വീക്കാണ് എന്നാണ് എൻ്റെ അനുഭവം കാണിക്കുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അഷുറൻസ് പറഞ്ഞിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷത്തിന് ശേഷം ഇത്ര എമൗണ്ട് കിട്ടുമെന്ന് പറയാനാണെങ്കിൽ ആൾക്കാർ ഉടനെ റെഡിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് ആനുവലി എത്ര % റിട്ടേൺ കിട്ടുമെന്നോ അതിന് ഇൻഫ്ലേഷന്റെ മോഡലും ടാക്സ് ബീറ്റ് ചെയ്യുന്ന രീതിയിലുമുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല. 10 വർഷം 20 വർഷത്തിന് ശേഷമാണ് ആ എമൗണ്ട് കൈ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതൊന്നിനും തികയില്ല എന്നുള്ളത്. ഈവൻ ഒരു 15,000 to 20,000 ഏൺ ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മൾ നോക്കിയാൽ 4-5 പോളിസീസ് അവരുടെ കയ്യിൽ കാണാം. ഇതൊക്കെ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് പറഞ്ഞു, ബന്ധുക്കാർ വന്ന് പറഞ്ഞു, റിലേറ്റീവ്സ് വന്ന് പറഞ്ഞു, ബാങ്ക് മാനേജർ ബാങ്കിൽ പോയപ്പോൾ കമ്പൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറെ ഇൻഷുറൻസ് പോളിസീസ് മേടിച്ചു വെക്കുന്നതല്ലാതെ അതൊരു ഫിനാൻഷ്യൽ ഗോൾസുമായിട്ടൊന്നും നമ്മൾ ലിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഏജന്റിന്റെ അഷുറൻസ്, ഒരു ലംസം ഇത്ര നാൾ കഴിഞ്ഞ് കിട്ടും എന്നുള്ളത്. 2, ലൈഫ് കവർ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ടിന്റെ 10 times or 20 times ലൈഫ് കവർ കിട്ടും. ഇതല്ലാതെ നമ്മുടെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പോലും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാറില്ല, പറയാറില്ല, ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. ഇനി ഇതുകൊണ്ട് എന്താണ് ഏജൻസിന്റെ ബെനിഫിറ്റ്? എന്തുകൊണ്ടിട്ടാണ് ഏജൻസ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മളോട് വന്നിട്ട് പിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു 10 to 30% ആണ് ഇതിന്റെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനധികം സർവീസും കാര്യങ്ങളും ആവശ്യമില്ല. ഈ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ വിൽക്കുമ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് കിട്ടി, ഒരു പോളിസി ഡോക്യുമെന്റ് കിട്ടി, അത് മടക്കി അലമാരിൽ വെച്ചു. പിന്നെ അടുത്ത കൊല്ലം പോളിസി അതിന്റെ ഒരു പ്രീമിയം ചെക്ക് വാങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും അവർ വരിക, അത് ഓർപ്പിക്കുക. ഇപ്പൊ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. പ്രോബ്ലി നമ്മൾ 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സർവീസ് കുറച്ച് കൊടുത്താൽ മതി, കമ്മീഷൻ കൂടുതലുണ്ട്. പിന്നെ മോസ്റ്റ്ലി ഏജന്റിന്റെ ഒരു ലാക്ക് ഓഫ് അവയർനെസ് ആണ്, ഒരു അസറ്റ് അലോക്കേഷന്റെ സ്ട്രാറ്റജി എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ദേ സെൽ ഓൺലി ദാറ്റ്, ദേ നോ ഓൺലി ദാറ്റ് ആൻഡ് ദേ സെൽ ഓൺലി ദാറ്റ്. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിന്റെ അടുത്തോ പോയി അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ഇനി ഇൻവെസ്റ്റർക്ക് സംഭവിക്കുന്ന ലോസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ അകത്ത് വളരെ പൂർ റിട്ടേൺ ആയിരിക്കും. അത് ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അൺനെസസറി ആയിട്ടുള്ള ചാർജസുകൾ, അൺനെസസറി ആയിട്ടുള്ള കവറുകൾ. നമുക്ക് ലൈഫ് കവർ ചിലപ്പോൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കവർ മതിയാവും. പക്ഷേ എല്ലാ പോളിസികളിലും മിക്കപ്പോഴും കവർ ഉണ്ടാവും. ഈ കവർ ഫ്രീ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. അത് ഫ്രീ ആയിട്ടാണെന്നും പറയില്ല, എല്ലാന്നും പറയില്ല, നിങ്ങൾക്ക് കവർ ഉണ്ട് കേട്ടാന്ന് പറയുള്ളൂ. അത് നമ്മൾ സന്തോഷവും കേൾക്കുമ്പോൾ. പക്ഷേ നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് എല്ലാ വർഷവും ഒരു മോർട്ടാലിറ്റി ഫീ അതിൻ്റെ അകത്ത് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ റിട്ടേണിനെ ബാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്തതാണ് അത്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ആവശ്യമില്ലാത്ത ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ റിട്ടേണിനെ കുറയ്ക്കും. ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് അല്ലേ? നമുക്ക് വേറെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളത് വേണ്ട രീതിയിൽ പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ദോഷം എന്ന് പറയുന്നത്. റീസെന്റ് ഒരു സീനിയർ സിറ്റിസന്റെ അടുത്ത് പോയപ്പോൾ ഒരു പോളിസി ഡോക്യുമെന്റ് കാണാനിടയെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബാങ്കർ മാനേജർ അവിടെ ടാർഗറ്റ് ഉണ്ട്, സാർ അത് ചെയ്തേ പറ്റൂ, റെക്കറിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ട, ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു 2 lakh rupees ഒരു പോളിസി കൊടുത്തു. ഈ 2 lakh rupees പോളിസിയുടെ അഡ്വാൻറ്റേജ് അവർ പറഞ്ഞത് 10 വർഷം കഴിയുമ്പോൾ 24,000 എല്ലാ വർഷവും കിട്ടും. 10 വർഷം കഴിയുമ്പോൾ 24,000 എല്ലാ വർഷവും കിട്ടും. അപ്പൊ ഇദ്ദേഹം നോക്കുമ്പോൾ 12% റിട്ടേൺ ഉണ്ട്. 2 lakhന്റെ 12% റിട്ടേൺ ഉണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. എന്നെ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ചോദിച്ചു, ഈ 10 വർഷം കഴിയുമ്പോൾ ഈ ഫണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 8% ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതൊരു 5,20,000 ആവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന 24,000 എന്ന് പറഞ്ഞാൽ 4 to 5% ആവുന്നുള്ളൂ, ലെസ് ദാൻ ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത് അതിനെപ്പറ്റി. കവറും കൂടി തരുന്നുണ്ട്. കവർ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ ആവശ്യമുണ്ടോ കവർ? അതിന്റെ ചാർജസ് അതിൽ നിന്ന് പോകുന്നില്ല എന്ന് ചോദിച്ചു. ശരിയാണ്, അവര് നിർബന്ധിച്ചു, ഞാൻ ഇട്ടു. ഇതുപോലെ ആണ് പലവരുടെ അലമാരകളിൽ ഒരുപാട് പോളിസീസ് കയ്യിലുള്ളത്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും എടുക്കും, ഇല്ലെങ്കിലും എടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ്സ് അവർ പറയുന്നത് ഇത് ഗ്യാരണ്ടീഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും ഗ്യാരണ്ടീഡ് അല്ല. നിങ്ങൾക്ക് 10% മോഡൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റിയിലൊക്കെ ചെയ്യണം എന്ന് പറയുന്നു. പക്ഷെ നോക്കൂ, എല്ലാ ഇൻഷുറൻസ് കമ്പനീസും, മോസ്റ്റ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസ്
ഈ കിട്ടുന്ന പ്രീമിയത്തിന്റെ 80% മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം 15%, 20% കൈൻഡ് ഓഫ് റിട്ടേൺ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റി. അപ്പൊ അത് ഗ്യാരണ്ടീഡ് ആണോ? അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി, ദേ ഗെറ്റ് 20-23%, and they give a huge lump sum to the agent as a commission. So he will source for them, and they'll get almost 7-8%, and ultimately we will end up in getting 7-8%. ചിലപ്പോൾ അതിനെക്കാട്ട് താഴെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആലോചിക്കുക, നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ, ഇതിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ എത്ര വരുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഹയർ റിട്ടേൺ കിട്ടാൻ, വിത്ത് സേഫ്റ്റി, ലിക്വിഡിറ്റി ആൻഡ് റിട്ടേൺ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, അല്ലെങ്കിൽ എന്തിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.